وكان أبو حازم رحمه الله تعالى يقول മഹാനവറുകൾ പറയുന്നു അൻഫിഖു വലാ തഖ്ശൗ വൈഅത അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളെ സമ്പത്തൊക്കെ കുട്ടികളെ മേൽ ചെലവഴിക്കണം. കുട്ടികളെ മേൽ ചെലവഴിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും എന്നൊരു പേടിക്കരുതെന്നാ. എന്താ കുട്ടികളെ മേൽ ചെലവഴിച്ചു എന്ന് പറയാൻ കാരണം ഇന്നഹും ഇൻകാനും മുഅ്മിനീന, കുട്ടികളൊക്കെ സത്യവിശ്വാസികളാണെങ്കിൽ ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹ് യർസുഖുഹും ബിഗൈരി ഹിസാബ്, യാതൊരു കയ്യും കണക്കൊന്നുമില്ല, ധാരാളം അല്ലാഹ് കൊടുത്തുകൊണ്ടിരിക്കും മുഅ്മിനീങ്ങളാണെങ്കിൽ. വഇൻകാനു ഫാസിഖീന, ഇനി കുട്ടികൾ എന്താന്ന് പറയുമ്പോ തമ്മാടികളാണ് എങ്കിലോ വലാ തുസാഇദുഹും അലൽ ഫിസ്ഖി ബി അംവാലിക്കും, നിങ്ങളെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, തമ്മാടികളായ മക്കളെ മേൽ നിങ്ങൾ അവരെ സഹായിക്കാൻ നിൽക്കേണ്ട, തമ്മാടിത്തത്തിന് മേലെന്നാണ്. അപ്പൊ കുട്ടികളെ മേലുള്ള ലൈഅത്ത്, കുട്ടികൾക്കൊന്നും കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോലെ പേടിക്ക് വേണ്ട. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ, അങ്ങനെയാണ് അർത്ഥം, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചോളി, കുട്ടികളെ കാര്യം പേടിക്കണ്ട. കുട്ടികൾ മോമിനാണോ അള്ളാഹുത്തർ ധാരാളം കൊടുക്കും. ഇനി നേരെ മറിച്ച് കുട്ടികൾ തമ്മാടികളാണെങ്കിലോ അപ്പൊ നിന്റെ സ്വത്തുകളെ കൊണ്ട് തമ്മാടിത്തത്തിന്റെ മേലെ കുട്ടികളെ സഹായിക്കൽ വരും, രണ്ടും പാടില്ല. അപ്പൊ രണ്ടു നിലക്ക് നോക്കിയാലും ഗുണകരം എന്താണ്, അള്ളാന്റെ മാർഗം ചെലവഴിക്കും. ഇതാണ് ഫകാന സാലിം ബിൻ അബുൽ ജാഹിദ്, അതാണ് അബു ഹാസിം തങ്ങൾ പറഞ്ഞതെങ്കിൽ സാലിം ബിൻ അബുൽ ജാഹിദ് റഹിമഹുല്ലാഹു തആല മഹാനവറുകൾ യുൻഫിഖു കുല്ലമാ ദഖല യദുഹു, മഹാനവറുടെ കൈകൾ പ്രവേശിക്കുന്ന ഏതെല്ലാം ഭാഗമുണ്ടോ അതെല്ലാം എടുത്ത് ചെലവഴിക്കും. അവരൻ ആദ്യം പിന്നെ ആദ്യം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കിട്ടുന്നതെല്ലാം കൊടുക്കുന്ന സ്വഭാവമായിരുന്നു സാലിം എന്നവരുടേത്. അങ്ങനെ ഇരിക്കുമ്പോൾ ലാമത്തുഹും റാത്തു അലാ ദാലിക, ഇങ്ങനെ സാലിം ഇങ്ങനെ വല്ലാതെ ചെയ്തപ്പോ തന്റെ ഭാര്യ ഒന്ന് ആക്ഷേപിച്ചു, എന്ത് പണിയാ നിങ്ങൾ ഈ കാട്ടണത്, കിട്ടണമൊക്കെ കൊടുത്തപ്പോ ഞമ്മക്കും ചെന്താ ഉണ്ടാകുക, വല്ലാത്തൊരു പണിയാണ് ചെയ്യുന്നത് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഭാര്യമാര് ഭർത്താക്കന്മാര് കൂടുതൽ ചെലവഴിക്കുന്നത് കണ്ടാ പറയല്ലോ, അതിങ്ങനെ വാരി കോരി കൊടുക്കണൊക്കെ ചോദിക്കും. അതുപോലെ സാലിം എന്നവരോട് തന്റെ ഭാര്യ ചോദിച്ചപ്പോ വക്കാല, അപ്പൊ പിന്നെ സാലിം എന്നവര് ഭാര്യക്ക് കൊടുത്ത മറുപടി ലഅൻ അദ്ഹബ ബി ഖൈരിൻ വഅത്റുകകും ബി ശർറിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അദ്ഹബ ബി ശർറിൻ വഅത്റുകകും ബി ഖൈർ. എനിക്ക് ഏറ്റവും നല്ല കാര്യം എന്താ അറിയോ, നന്മ കൊണ്ട് ഞാൻ പോവണം, ഷർറ് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കും ചെയ്യാം. അപ്പോ നിങ്ങളെന്താ ഷെറും കാര്യങ്ങൾ കണ്ട് അത് ഉപേക്ഷിച്ചിട്ട് നന്മ കൊണ്ട് ഞാൻ പോവുകയാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തിനേക്കാൾ ഷെറുമായി ഞാൻ പോവുക, കയർ നിങ്ങൾക്ക് ഉപേക്ഷിക്കുക നടക്കൂല. അപ്പൊ സമ്പത്തൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ട് ഞാൻ ആകെ അടങ്ങാറായി പോകാൻ നടക്കൂല. ഏറ്റവും നല്ല എന്താ, സമ്പത്തൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഗുണം നേടി ഞാൻ പോവുക, നിങ്ങൾക്കൊന്നുമില്ലാതെ തേച്ചു പോയാൽ അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഇതൊക്കെ തസവുഫല്ലേ, അള്ളാഹുലേക്ക് ലയിച്ച ആളുകൾ ചെയ്യുമ്പോ ഇവിടെ ഫിഖ്ഹ്പരമായിട്ട് നമുക്ക് നോക്കാനൊന്നും കഴിയൂല. അവിടെ ചിന്തകൾ അങ്ങനെയാണ്, അള്ളാഹുലേക്ക് അർപ്പിച്ചു വരണം അവർ, അങ്ങനെ ഉണ്ടാവുക. അപ്പൊ എല്ലാം അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കും അവർ. വകാന മുഹമ്മദ് ബിൻ യൂസുഫ് റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നത് എന്താ, അൻഫിഖ് അലാ അഖീകൽ സ്വാലിഹി, നിന്റെ സദൂർത്ഥനായ നല്ല സ്വാലിഹായ സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരന് ചെലവ് കൊടുത്തലാ, അവന്റെ പേര് ചെലവഴിച്ചോ, എല്ലാവരുടെ പേരിലും വാരിക്കോരി കൊടുക്കണ്ട, കൊടുക്കുമ്പോ നല്ലാ നോക്കി കൊടുത്തലാം. അപ്പൊ നല്ലതായ ആൾക്ക് കൊടുക്കുമ്പോ എന്താ കിട്ടണ ഗുണം, ഫഇന്നഹു ഖൈറുൻ ലക മിൻ വറസതിക, നിന്റെ സ്വത്ത് അനന്തരം എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, നിനക്ക് ഗുണകരവും നന്മയും എന്താണ്, സ്വാലിഹായ ഒരു സഹോദരൻ അങ്ങനെ കൊടുക്കുക. ഫദാലിക, അങ്ങനെ കൊടുക്കാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ലി അന്നഹു യദ്ഉ ലക, നിനക്ക് ആ സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അൻത ബൈന അത്ബാഖിസ്തറ, നീ മണ്ണ് അടുക്കായി വെച്ചത് ഖബറിന്റെ അടിയിലാ. അപ്പൊ നീ മണ്ണിന്റെ അടിയിലെന്ന് പറഞ്ഞ ഖബറിന്റെ ഇടയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നിനക്ക് നല്ലോണം പ്രാർത്ഥിക്കുക ഈ സഹോദരനായിരിക്കും സ്വാലിഹായ, അപ്പൊ കൊടുത്തോളാം, ഉപകാരപ്പെടും. ഏതുവരെയെന്ന് ചോദിച്ചാൽ അത്താർ ഉബമാ തഖ്റുജു മിൻ ഖബരിക, ചിലപ്പോ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഫലമായി ഖബറിൽ നിനക്ക് പുറത്തേക്ക് വരാൻ വരെ പറ്റിയേക്കാം, വരുമെന്നല്ല പറ്റിയേക്കാം. അത്രത്തോളം പ്രാർത്ഥന സ്വീകരിച്ച അല്ലാഹു തആല സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാണ് സ്വാലിഹായ സഹോദരൻ. അങ്ങനത്തെ സഹോദരന്മാരുടെ മേലിൽ നീ എന്ത് ചെയ്തോ, സംഭാവന ചെയ്തോ, ധർമ്മം ചെയ്തോ എന്ന്.
മഹാനോട് കാഴ്ചപ്പാട്. വലൈസലൈക ദംബും ബിദുആഇഹിം, അത്തരത്തിൽ നിന്റെ മേലിൽ യാതൊരു പാപവുമില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഫലമായി ഖബറിൽ നിനക്ക് എണീറ്റ് വരാൻ കഴിയുന്ന അത്രത്തോളം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന. നേരെ മറിച്ച് ഇനി വേറെ വിടുക, അമ്മ വറസത്തുക്ക, അപ്പൊ നിന്നെ അനന്തരം എടുക്കുന്ന നിന്റെ ഭാര്യ മക്കളൊക്കെ എന്തായിരിക്കും? ഫഇന്നഹും യഖ്തസിമൂന മാലക വയൻസൗനക, നിന്റെ അവസ്ഥ അവർ പാടെ മറന്നുപോയി. നിന്നെ പറ്റി ചിന്തയില്ല അവർക്ക്. നീ സമ്പാദിച്ചു വെച്ച സമ്പത്തുണ്ട്, അത് വാരിക്കൂട്ടുന്ന പണിയാണ് അവർക്കുണ്ടാകുക. പല എറോവിലൊക്കെ ഫദ്ലൻ അലൈഹിം, അവരെക്കാൾ ഒരു ശ്രേഷ്ഠത നിനക്ക് അവർ കാണൂല്ല. ഓലങ്ങനെ വാരിക്കൂട്ടി നടക്കും. നേരെ മറിച്ച് സാലിഹായ ഒരു സഹോദരന് നിന്റെ സമ്പത്ത് കൊടുത്താൽ ആ നന്മ നിനക്ക് കാണാൻ കഴിയും. ഇതാണ് മക്കളും സാലിഹായ സഹോദരനും തമ്മിലുള്ള മാറ്റം. വയഖൂലൂന, എന്നിട്ട് അവർ പറയും, ഇന്നല്ലാഹ തആല ജഅല ദാലിക, ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല ആക്കി വെച്ചപ്പോ വാപ്പ പോയില്ലേ, ഇനി വാപ്പാക്കൊന്നുമില്ല, വാപ്പ ഉണ്ടാക്കി വെച്ചതൊക്കെ നമ്മക്കല്ലേ, ഇത് അല്ലാഹ് ചെയ്തൊരു മഹത്തല്ലേ എന്നൊക്കെ പറഞ്ഞു ഉത്തരിക്കാന്നല്ലാതെ ഒരു നേരെങ്കിലും ബാപ്പാക്ക് വേണ്ടി പൊറുക്കന്നെ തേടുന്നുണ്ട്. എന്റെ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കി തന്നതാ ഇതൊക്കെ, എന്റെ ബാപ്പ ഇതെല്ലാം വിട്ടേച്ചു പോയി, ഞങ്ങൾ ബാപ്പ ഉണ്ടാക്കിയ സമ്പത്തുകൊണ്ട് സുഖമായി ജീവിക്കുന്നു, പടച്ചവനെ എന്റെ ഒപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരുന്നുകൊണ്ട് ഒപ്പാന്റെ പേരിൽ ധർമ്മം ചെയ്യുവാൻ പോലും മടിയായിരിക്കും. നഅൂദുബില്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ഓരോ കാഴ്ചപ്പാട് മഹാന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു. വകാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല ലാ യഖ്തനി ബി ബൈതി ശൈഅൻ സിവൽ ഹസീർ വൽ മുസ്ഹഫി വൽ ലിബ്രീഖ്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ബാക്കി വെച്ചതെന്താ? സമ്പത്തൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നെന്താ? ഒരു പായ, പിന്നെ ഒരു മുസാഫ്, പിന്നെ ഒന്നുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഭാഷ കിണ്ടി എന്ന് പറയും, അല്ലെങ്കിൽ മൂളി, തണ്ണിമൂളി, എന്തു ആവട്ടെ, ഈ 3 സാധനമായിരുന്നു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് 3 ആവശ്യമാണ്. നിസ്കരിക്കാൻ പായ വേണം, ഓതാൻ ഖുർആൻ വേണം, ഒന്നുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ വെള്ളം പാത്രം വേണം. അങ്ങനെ ഈ 3 കാര്യം വെച്ച് ബാക്കി ഒക്കെ മുമ്പ് ഒഴിവാക്കിയിട്ടൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഇതായിരുന്നു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആലാന്റെ സ്വഭാവമെങ്കിൽ മാത്രമല്ല, നോക്ക് വഖദ് മഹാനവറുകൾക്ക് നല്ല മുന്തിയതായി കുതിർപാത്രം ഒരു വ്യക്തി കൊണ്ടുവന്നു കൊടുത്തു. ഫലമ്മാസ്ബഹ, നേരം പുലർന്നപ്പോൾ അഅതാഹ മാലിക്കുൻ, മാലിക് റളിയല്ലാഹു അൻഹു ഈ റിക്വത്ത് കൊടുത്തു. തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു, വഖാലഹു, പറയുകയാണ് അദ്ദേഹം, ഖുദ് യാ അഖി, എന്റെ സഹോദര നീ പിടിച്ചോ, ഇത് വാങ്ങിക്കോ. ഫഇന്നഹാ സിഗാലത്ത് ഖൽബി, എന്റെ ഹൃദയത്തെ ഈ പാത്രം എന്താക്കിയിട്ടുണ്ട്? ജോലിയാക്കിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ശ്രദ്ധ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് ജോലിയായി വന്നത്? ഖൗഫൻ അൻ യസ്രിഖഹാ അഹദും മിൻ ബൈതി, ആരെങ്കിലും വന്നിട്ട്, എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ആരെങ്കിലും ഇത് മോഷ്ടിച്ചു പോകുമോ എന്നൊരു പേടി. ഈ പേടി ഇങ്ങനെ എന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലട്ടാൻ കാരണം എന്താണ്? ഈ പാത്രം കിട്ടിയത് കൊണ്ടല്ലേ. അതുകൊണ്ട് എനിക്ക് ഈ പാത്രം വേണ്ട, നീ കൊണ്ടുപോയിക്കോ എന്ന് തന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളോട് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നോക്കൂ, അവിടെ സന്തോഷം. നമ്മളാണെങ്കിലോ എത്ര കിട്ടിയാലും മതിയാവുകയല്ല, ഇനിയും നോക്കും. ഒരു ഇതുണ്ടാവില്ല, ആരത് കിട്ടിയാലും നമുക്ക് മതിയാകൂല, ഇത്രയും കിട്ടാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ഇവരെല്ലാം ദുനിയാവിനെ വെടിഞ്ഞുപോയി. അതുകൊണ്ടാണ്. ഇനി നോക്കൂ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹു തആല മഹാൻ പറയുന്നു, എന്ത്? ദഖൽതു യൗമൻ, ഒരു ദിവസം ഞാൻ പ്രവേശിച്ചു ആരുടെ മേൽ? അലാ അഖിൻ ലഹു, എനിക്കുള്ള സുഹൃത്തുണ്ട്, സഹോദരൻ. ആ സഹോദരന്റെ അടുത്തേക്ക് ഞാൻ ഒരു ദിവസം ചെന്നു. അസൂറു, ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. ആ നിലക്ക ചെന്നത്. ഞാൻ സന്ദർശിക്കാൻ ചെന്ന് നോക്കുമ്പോൾ എന്റെ സഹോദരന്റെ കണ്ടരംഗം, അദ്ദേഹത്തിന്റെ 2 കണ്ണുകൾ വരെ കൊണ്ടിട്ടിരിക്കുകയാണ്. എന്താ കൊണ്ടിടാൻ കാരണം? ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പിന്റെ കാഠിന്യമാണ്. ഇതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഇരിക്കെ 2 സ്വർണ്ണ നാണയം, 2 വെള്ളി നാണയം ഞാൻ എടുത്തിട്ട് എന്റെ സഹോദരനോട് കൊടുത്തു. എന്നിട്ട് കൊൽത്തു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കൊതുഹുമാ, ഇത് 2 നീ വാങ്ങിക്കോ. എന്നിട്ട് വസ്തുലക്ക് ബിഹിമാ ഷൈഅൻ തഖ്താതു ബിഹി യുഖവ്വിക അൽ ഇബാദത്ത്, അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യണം, അതിന് നിനക്ക് ശക്തി വേണം.
ആ ശക്തി നൽകുന്നതായ ഭക്ഷണമാക്കാൻ പറ്റുന്ന വല്ലതും ഈ 2 നാണയം കൊണ്ടുപോയി വാങ്ങിക്കോ എന്ന് ഞാൻ പറഞ്ഞു. മഹാൻ പറയുന്നു, അസംബസരി തങ്ങൾ പറയുകയാണ്, എന്റെ സഹോദരൻ സ്വീകരിച്ചോ ഇല്ല. അത് 2 സ്വീകരിക്കുവാൻ കൂട്ടാക്കിയില്ല, ആദ്യം തള്ളിവിട്ടു, സ്വീകരിച്ചില്ല. എന്നിട്ട് ആ സഹോദരൻ പറയുന്നു, ഈ ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹു തആലയുടെ കഴിവിൽ പെട്ടതാണല്ലോ ഇബാദത്തി ഈ രാത്രിയിൽ അല്ലാഹു തആലക്ക് ഇബാദത്ത് എനിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ശക്തി നൽകാൻ അല്ലാഹുവിന്റെ ഖുദ്റത്തിൽപ്പെട്ടതല്ലേ. എന്തുകൊണ്ട് ഭക്ഷണമില്ലാതെ വലാ ശറാബിൻ കുടിപാനികളൊന്നുമില്ലാതെ ഇന്നത്തെ ഈ രാത്രിയിൽ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യണം. അത് ചെയ്യാനുള്ള ശക്തി റബ്ബ് എനിക്ക് തരും, അത് തരാനുള്ള കഴിവെന്റെ റബ്ബിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഈ നാളെയും തട്ടിമാറ്റി സ്വീകരിച്ചില്ല. എന്നിട്ട് മഹാൻ പറയുന്നു, ഇന്നീ നിശ്ചയമായിട്ടും ഞാൻ അഖാഫു അൻ ആഖുദഹുമാ മിൻക, നിങ്ങളടുത്തുനിന്ന് ഈ 2 നാണയം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. എന്താ പേടി? ഇന്തി ആ 2 നാണയം എന്റെ കയ്യിലുണ്ടാകും. അങ്ങനെ വരുമ്പോ പാമൂത്തു, ഞാനങ്ങ് മരിച്ചു പോകും. വലം അസ്തരി ബിഹിമാ ശൈആ, ഈ 2 നാണയം കൊണ്ട് ഒന്നും ഞാൻ വാങ്ങില്ല. ആ നിലപാട് ഈ സാധനം ഞാൻ പാട്ടുവെക്കും, സൂക്ഷിച്ചു വെക്കും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മാതൃകാ പുരുഷൻ, എന്റെ കണ്ണിലുണ്ണിയായ ഇഷ്ടമണിയായ ചങ്കരച്ചോരയായ എന്റെ എല്ലാമെല്ലാമായ ഹബീബിന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബില, അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു. വലം യജിദു ഫീ ബൈതിഹി ദീനാറൻ വലാ ദിർഹമാ, അവിടെ ഉള്ളവരെല്ലാവരും പരിശോധിച്ചു നോക്കി, അവിടുത്തെ വീട്ടിൽ ഒരു സ്വർണ്ണ നാണയം കാണാനില്ല, ഒരു വെള്ളി പോലും കാണാനില്ലാതെ കാലിയായി കിടക്കുന്ന വീടാണ്. ലോകത്തിന്റെ പ്രവാചകൻ, ഇരുലോകത്തിന്റെയും കരുണനായകനായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തആല ഹബീബായ നബി, എല്ലാം കൊണ്ടും നേടിയതായ നബി. പക്ഷേ ഇവിടുന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ വീട്ടിലൊന്നുമില്ലാതെ സാധുവായിട്ടാണ് നബി തങ്ങൾ പോയത്. അതുകൊണ്ട് എന്റെ സഹോദര, ഈ 2 നാണയം എനിക്ക് വേണ്ട, വെച്ചാൽ തന്നെ ഞാൻ ഒന്നും വാങ്ങൂല. ഈ നിലപാടിലാണ് അവർ സ്വീകരിച്ചത്. ഖാല, മഹാൻ പറയുന്നു, വലമ്മ ഹദറത്തിൽ വഫാത്തു മുഹമ്മദ് ബിൻ കഅബിൽ ഖുർദി റളിയല്ലാഹു തആല ഖർദി, കഅബിൽ ഖർദി റളിയല്ലാഹു തആല ഇവന് മരണം സന്നദ്ധമായപ്പോൾ, ആരായി പറയുന്നതൊക്കെ നോക്കണം, അസംബസരിതങ്ങളാണ്. അങ്ങനെ മുഹമ്മദ് കഅബിൽ ഖർദി തങ്ങൾക്ക് എന്താ മരണം ആസന്നമായപ്പോൾ എന്തു ചെയ്യുന്നറിയാമോ? അംഫഖമാലു കുല്ല, തന്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും അങ്ങ് ചെലവഴിച്ചു. എന്നിട്ട് ഇത് ചെലവഴിക്കുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കുന്നു അദ്ദേഹത്തോട്, അല്ല ഇദ്ദഖർത ശൈഅൻ മിൻഹു ലിദുദിയതിക, നിങ്ങൾ ലോകത്തോട് വിട പറയല്ലേ, അപ്പൊ നിങ്ങളെ കയ്യിലുള്ള സമ്പത്ത് നിങ്ങളെ മക്കൾക്ക് വേണ്ടി പാത്ത് വെച്ചൂടെ, സൂക്ഷിച്ചു വെച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ നേരം വഖാല മുഹമ്മദ് ബിൻ കഅബിൽ ഖർദി തങ്ങൾ പറയുന്നു, ഇദ്ദിഖാറുഹു ലിനഫ്സി ഔലാ, അത് സൂക്ഷിച്ചു വെക്കൽ എന്റെ ശരീരത്തിന് വേണ്ടി ഏറ്റവും നല്ലതാണ്. നാളെ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ഖബറിലായിരിക്കും, അള്ളാഹിന്റെ അടുത്ത് എനിക്ക് ചെല്ലണം. അപ്പൊ എനിക്ക് ഏറ്റവും ഗുണകരം എന്റെ നഫ്സിന് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെക്കലല്ലേ, അതിന് എന്റെ നഫ്സിന്റെ ഗുണത്തിന് വേണ്ടി ഞാൻ ഇതാത് കൊടുക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, അമ്മാദുദ്ദീയത്തി, പിന്നെ എന്റെ സന്താനങ്ങളല്ലേ, എനിക്കെന്തിനു പേടിക്കണം. ഫദ്ദഖർതുലഹും ഫദ്ല റബ്ബി, എന്റെ നാഥന്റെ ഔദാര്യം എന്റെ റബ്ബിന്റെ കയ്യിലുണ്ട്, അത് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പാത്തി വെച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ റബ്ബിന്റെ ഔദാര്യം എന്റെ മക്കൾക്ക് അങ്ങ് കൊടുത്തോളും, അത് ഞാൻ നോക്കേണ്ടതില്ല. എന്റെ നഫ്സിന്റെ ഗുണമാണ് ഇപ്പോൾ ഞാൻ നോക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ സമ്പത്ത് മുഴുവൻ കൊടുക്കുകയാണ്. ഇതായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് കഅബ് തങ്ങൾ മരണാസന്നമായ സമയത്തും പറഞ്ഞത്. അപ്പൊ അവിടെ ഈമാൻ എത്രയാണ്, അവിടെ വിശ്വാസം എത്രയാണ്, അള്ളാഹുമായുള്ള അടുപ്പത്രമാണെന്ന് മനസ്സിലാക്കി നോക്കൂ. വഖദ് കാന യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, യഖാഫു അഹദുനാ മിൻ ബദിയത്തി ദുനിയ വഖരിഹാ വലാ യഖാഫു ബദിയത്തൽ ആഖിറതി വഫഖറഹാ മാ അന്ന ഫഖറ സഖ്തി മിനൽ അഅമാലി സ്സാലിഹത്തി ഫിൽ ആഖിറതി യകൂനു ബിയസദ്ദ
ഖജ്ലം മിനന്നാസ്. എന്താ പറഞ്ഞത്? മഹാൻ പറയുന്നു, യഖാഫു അഹദുന, ഞങ്ങൾ ഒരാൾ ഭയപ്പെടുകയാണ്. എന്തിനെ? മിൻ ബളിയത്തി ദുനിയ വഖരിഹാ, ദുനിയാവിന്റെ സാധുത്തരം, ദുനിയാവിന്റെ വഷൾത്തരം, ഇത് ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാണ്. എന്നാ വലാ യഖാഫു ബളിയത്തുൽ ആഖിറത്തി, അവനാണെങ്കിൽ ആഖിറത്തിന്റെ ഒരു ബളിയത്തും അവൻ പേടിക്കുന്നില്ല. ദുനിയാവിലെ ബളിയത്ത് അവന്റെ പേടി. വഖരിഹാ, ആഖിറത്തിൽ ദരിദ്രനായി മാറും, ആ പേടിയും അവനില്ല. എന്നോടുകൂടെ ആഖിറത്തിലേക്ക് സൽക്കർമ്മങ്ങളായി ഒന്നുമില്ലാതെ ഒരു ഫക്കീറായ സാധു, ഒരു സാധു ഫക്കീറാവുക എന്നത് ജനങ്ങളെക്കാൾ ഏറ്റവും ഭയമുഖരനായ ശക്തനായ പേടിയുള്ളവനായി മാറും. അതോടൊപ്പം തന്നെയാണ് ഇവൻ ആഖിറത്തിലല്ലാത്ത ചിന്തിക്കാതെ ദുനിയാവിലെ ദരിദ്രം, ദുനിയാവിലെ വഷത്തരം, ഇതാണ് അവൻ പേടിക്കുന്നത് എന്നാണ്. എന്നിട്ട് പറയുന്നു, നമ്മൾ ചെയ്തതൊക്കെ വളരെ മോശമായി പോയി. ബഹുമാനപ്പെട്ട യഹ്യാ തങ്ങൾ പറയുന്നു, ഇൻ ഹമ്മൻ നഫഖത വല്ലകില വശുർബ ഖദ് മുനിഅ ഖുലൂബുൽ ഗാഫിലീന മിൻ അൻ കുല്ലി ഖൈർ. ഒരാൾക്ക് ചിന്ത എന്താ? ചെലവഴിക്കണം, തിന്നണം, കുടിക്കണം, ഈ ഒരു ചിന്തയാണ് എങ്കിൽ അശ്രദ്ധവാന്മാരുടെ ഹൃദയത്തെ എല്ലാ നന്മയെ തൊട്ടും തടയപ്പെട്ടിരിക്കുകയാണ്. ഇവ നന്മ ഉണ്ടാവില്ലാന്നർത്ഥം. വല ദിർഹമും വാഹിദുൻ യതസദ്ദഖു ബിൽ അബ്ദു ഫി ഹയാതിഹി ഖൈറുൻ ലഹു മിൻ അൽഫി ദീനാരിൻ ബഅദ മൗതിഹി. ഒരടിമ തന്റെ ജീവിതകാലത്ത് ഒരൊറ്റ വെള്ളി നാണയം എടുത്തുകൊണ്ട് ധർമ്മം ചെയ്യുക എന്നുള്ളത് മരിച്ച ശേഷം ആയിരക്കണക്കിന് നാണയ ധർമ്മം ചെയ്താൽ അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം അവന്റെ ജീവിതകാലത്ത് അവൻ ചെയ്യണം എന്നാണ്. ഇതാണ് ആഖിറത്തിലേക്കുള്ള ചിന്തകന്മാർ ചെയ്തുകൊണ്ടിരുന്നതും പറഞ്ഞതും. കാൽമദായിനി റഹ്മഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, തൗരീസുൽ ഔലാദിൽ അദബ്, നല്ല സംസ്കാരമുള്ള നല്ല അദബുള്ള മക്കളെ അനന്തരമാക്കിയെടുക്കുക എന്നുള്ളത് ഖൈറുൻ ലഹും, അത് അവർക്ക് ഗുണകരമാണ്. മിൻ തൗരീസിൽ മാൽ, സമ്പത്ത് അനന്തരമാക്കി കൊടുക്കുന്നതിനേക്കാളും അല്ല സംസ്കാരമുള്ള മര്യാദയുള്ള മക്കളെ അനന്തരെടുക്കലാണ്. എന്താ കാരണം? സംസ്കാരമുണ്ടെങ്കിൽ, മര്യാദയുണ്ടെങ്കിൽ അവരെ സമ്പത്തും മേൽമത്തരും ഒക്കെ അവർക്ക് എന്താണ്? കസ്ബ് ചെയ്തു കൊടുക്കും, അധ്വാനിക്കും. വൽ മഹബ്ബത്തുൽ ഇഖ്വാനി, സഹോദരന്മാരുടെ സ്നേഹം അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അങ്ങനെ യജ്മഅലുഹും ബൈന ഖൈറൈ ദുനിയ വൽ ആഖിറത്തി, ഈ പ്രപഞ്ചത്തിന്റെയും പാരത്രിക ലോകത്തിന്റെയും നന്മകൾ വരും. ആ നന്മക്കിടയിൽ ഇതെല്ലാം അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ കഴിയും. വഅമ്മൽ മാലു, അപ്പൊ സമ്പത്തോ, ഫഇന്നഹു യഇദു മുസയ്യ, അതിവേഗത്തിൽ നശിച്ചു കൊണ്ടുപോകും, ഒന്നും ഉണ്ടാവില്ല. വയസീറൂന, അങ്ങനെ അവരാകും ലാ ദീനം വലാ ആഖിറ, അവസാനം ദീനും ആഖിറ ഉണ്ടാവില്ല, ഈ ഗതികേട് വരും. വഖദ് ജറബിൽ മാല വൽ മൗറൂസ ഗാലിബൻ, സാധാരണഗതിയിൽ അനന്തരമായി എടുക്കുന്ന സമ്പത്ത് ഞങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ഫവജദ്നാഹു, അപ്പോൾ ആ സമ്പത്തിന് കിട്ടിയതും മനസ്സിലാക്കിയതും ലാ ഖൈറ ഫീഹി വലാ ബറകത, ആ സമ്പത്തിൽ ഖൈറുല്ല ബർക്കത്തുല്ല. എന്താ കാരണം? ലികൗനിഹി ലൈസ ബികസ്ബിൽ വാരിസി, ഇവനായതുകൊണ്ട്. എന്തായി? ബികസ്ബിൽ വാരിസി, അനന്തരാവകാശിയുടെ ഗസ്ബ് കൊണ്ട് ഇവൻ എന്താ ബന്ധപ്പെട്ടവനല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് അനന്തരമാക്കി കൊടുക്കേണ്ട ആൾ ദുൽബനാണെങ്കിൽ ബഹീൽത്തരം കാണിക്കും ചിലപ്പോൾ. അല്ലേ വറസത്തി, അവന്റെ അനന്തരാവകാശിയുടെ മേൽ, വൈരിയും അതല്ലാത്തവരുടെ മേലും അവരെന്താണ് അനന്തരം കാണിക്കും. പറഞ്ഞ വിഷയത്തിൽ നോക്ക് സഹോദര, അറിഞ്ഞു നോക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് മഹാന്മാരുടെ ജീവിതങ്ങൾ. മഹാന്മാരുടെ സൽസ്വഭാവ ഗുണത്തിൽ പെട്ടതാണ് എന്ത്? സിയാറത്തും ഖുബൂറിൽ മുസ്ലിമീൻ, സർവ മുസ്ലിങ്ങളെയും മഖ്ബറ ചെന്ന് സന്ദർശിക്കും, അതവരുടെ മര്യാദയാണ്. അമലൻ ബിഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ എല്ലാ സമയത്തും പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കെടുത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ് സിയാറത്തിന് പോകുന്നത്. എന്താ നബി തങ്ങൾ പറഞ്ഞത്?
സൂറുൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. നിങ്ങൾ എന്ത് വേണമെന്നറിയാമോ? ഖബറൊക്കെ സന്ദർശിച്ചോളിയും. കാരണം എന്താ? ഖബറുകൾ നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തരും. അതാണ് നിങ്ങൾ ഖബറിനെ പറ്റി സന്ദർശിച്ചോളി പറഞ്ഞത്. വഹാദൽ ഖുലുഖു, ഈ സ്വഭാവം കല്ലമയ്യഅമലു ജനങ്ങളെ കൂട്ടത്തിൽ ഇന്ന് ഈ കർമ്മം ചെയ്യുന്നത് വളരെ കുറവായിരിക്കുന്നു. തിർബത്തൻ, ഒരു ഭൂമിയിലെങ്ങാനും അവർ പ്രവേശിച്ചു എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പലയും അവരുടെ കടന്നു വരവിൽ എഴുത്തിബാർ ഒരു പരിഗണയും ഇല്ല. വൈനമാതാലിക്ക നിശ്ചയമായിട്ടും അത് അരിയൻ സർവ്വസാധാരണ നടക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് സംഭവം. ഏതുപോലെയൊക്കെ ജുമാന്റെ ആദ്യത്തിൽ തന്നെ മയ്യത്ത് സന്ദർശനം നടത്തുക. ഇന്ത തമാം വിഷയരി, അല്ലെങ്കിൽ മാസം പൂർത്തിയായ സമയത്ത് അതിനാ ഹൗമെന്തായൊരു മയ്യത്തിന്റെ കക്ഷിക്കാർ. അപ്പൊ എന്താ ചോദിച്ചാല് അങ്ങനെ പോകും. വൈനമാതാലിക്ക് അതൊക്കെ ഒരു ചെയ്തിട്ട് സാധാരണ നടത്തുന്ന പണിയാണല്ലോ. ഏതുപോലെ സിയാറത്തുള്ളിൽ മയ്യത്ത് അവ്വൽ ജുമ, ജുമയുടെ ആദ്യത്തിൽ തന്നെ മയ്യത്തിന് പോയി സിയാറത്ത് നടത്തുന്ന പോലെയാണ്. അല്ലെങ്കിൽ എന്താ തമാമിഷർ, അല്ലെങ്കിൽ മാസം പൂർത്തിയായ സന്ദർഭം. ഹൗമെന്തായൊരു ഖാത്തിരി അഖിൽ മയ്യത്തിന്റെ അഖിലുകാര് നമ്മുടെ വ്യത്യാസം അവര് മനസ്സിലാക്കിയത് തഗയ്യറാവുക. അങ്ങനെ ഒരു തഗയ്യർ സംഭവിക്കുമെന്നതിന് പേടിയിരിക്കൊണ്ട് മാസരൻ ഉദാഹരണമായി പറഞ്ഞതാൽ ആശീവൻ പ്രത്യേകിച്ചും ഇൻകാലവും അലേഹി അപ്പൻ അദ്ദേഹത്തിന്റെ മേലും വല്ല കടപാടും ഇവർക്കുണ്ടെങ്കിൽ നാബിനന്ദാബിജിയാറത്തിയും വലതുഹു, അവരുടെ സന്ദർശകരിൽ ആരെ വലതുഹു തന്റെ കുട്ടിയ വാലിദഹു, അല്ലെങ്കിൽ കുട്ടിന്റെ പിതാവെ ലമ്മാമാത്ത മരിച്ചപ്പോൾ എന്ന്. അജനബിയും, ഇത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അജനബിയും അഹറുമായ കുറവാണ്. അമ്മാ ഖുല്ലാഹു, നമ്മൾ പറഞ്ഞതിനെ തൊട്ട് ഈ പറഞ്ഞ ഹദീസ് കൊണ്ട് ശരിക്ക് അമൽ ചെയ്യുന്നവർ, അങ്ങനെ അമൽ ചെയ്യുന്നവരായിട്ട് ഞാൻ കണ്ടവർ കൂട്ടത്തിൽ അവസാനത്തെ ആളാരാണ്? സയ്യിദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇനാൻ മഹാനവറുകളാണ്. താനാ മഹാൻ പറയുന്നു എന്ത്? യസൂറുൽ ഖറാഫ, അദ്ദേഹം എന്താണ് ഖറാഫയിലെ ഖബർ സന്ദർശിക്കാറുണ്ടായിരുന്ന മഹാൻ. ഉല്ലയോ ജുമ, എല്ലാ വെള്ളിയാഴ്ച ദിനത്തെയും. അങ്ങനെ വെക്കാനോ യസൂറു മൻ അറമൽ അംവാത് വമല്ലം യഅരിഫ്, ബഹുമാനപ്പെട്ടവർ ഖബറിന് ചെല്ലും. അത് പരിചയമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും, എല്ലാവരും സന്ദർശിക്കും. വകാന ഇൻദമാ യറൽ ഖുബൂർ യബ്കി, ബഹുമാനപ്പെട്ടവർ ഖബറുകൾ കാണുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വയഖൂലു, മഹാൻ പറയും അദ്ദിക്റു വാരിദു ഫീ ദാലിക, ഈ വിഷയത്തിൽ സാധാരണ ചൊല്ലേണ്ട ദിക്റെങ്ങാനും കൊണ്ടുവരികയാണെങ്കിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ ദിക്റില്ല. ഉമ്മയഖൂലു, പിന്നീട് മഹാൻ പറയുന്നു മാമിൻഹും മഹദുന്നില്ലാഹു യസ്തഗി അൻ യുസല്ലി റകഅതൈനി, അവരുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഇല്ല, അവരിൽ ഒരാൾ എന്താണ് ഈ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന ആശയമുള്ളവരായിട്ടല്ലാതെ ഇല്ല. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലൗ മറത്തൻ വാഹിദ, ഒറ്റ പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ എന്നാണ്. അതാണ് വസ്തഗ്നിമും, നിങ്ങൾക്കുള്ള അമ്പകളെ നിയമത്തായി എടുക്കണം. മഖ്ബറ സന്ദർശിച്ചാൽ മഹാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് യസീദ് എന്നവർ പരിപാടി. കൊണ്ടുപോയപ്പോഴും മഹാൻ പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വട്ടം തന്നെ പറയാമാണ്. എന്നാൽ വസ്തഗ്നിമു അംറക്കും, നിങ്ങൾ ആയിഷയെ ഗനീമത്തായി എടുക്കാം. വകാന യസീദുർ റഖാസ് തന്നെ. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റവട്ടം തന്നെയും പറയാം. എന്നിട്ട് വസ്തഗ്നു അംറക്കും, നിങ്ങൾ ആയിഷക്കാലത്ത് ആവശ്യം തീർക്കുക. വകാന യസീദുർ റഖാസ് റളിയല്ലാഹു തആല ഇദാ സാറൽ മഖ്ബറത യബ്കി,
അദ്ദേഹം എന്താണെന്നറിയാം, മക്ബർ സന്ദർശിച്ച പൊട്ടിക്കരയും. ഇവിടെ അപ്പോലും അദ്ദേഹം പറയും, അയ്യമാരിക്കും നിങ്ങളെ അമലുകൾ ഏതൊരു അമല് കൊണ്ടാണ് നിങ്ങൾ വാങ്ങുക. അപ്പൊ എന്റെ അറിവത്തെ എന്നായിരുന്നു ബിഅയ്മാനിക്കും എഴുത്തബുത്തും വസ്തബിഷർത്തും, അത്തരം കർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾ ലാഭിച്ചിരിക്കുന്നു, അതുപോലെ നിങ്ങൾ സന്തോഷം നൽകുകയും ചെയ്തിരിക്കുന്നു. ഫൗർ എന്താണ്? ആളെ ശബ്ദിക്കപ്പെടുമ്പോൾ ഇവ ശബ്ദിക്കും പിന്നെയാണ്. അത്രത്തോളം വലിയ വിഷമത്തിലായവർക്ക് ജീവിച്ചത് മനസ്സിലാക്കാം. അള്ളാഹുവിലേക്കുള്ള അടുപ്പം ഭയങ്കര എളുപ്പമായിരുന്നു അവർക്ക്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാകാതെ അവർ നേടിയെടുത്തു എന്നർത്ഥം. അങ്ങനെ നമ്മൾ നേടിയെടുക്കണം.